ഹലോ ഗൈസ്, പുതിയ വീഡിയോയിൽ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗൈസ്, നമ്മൾ വീണ്ടും എങ്ങനെ ഒരു പ്രാവിൻ്റെ വീഡിയോ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ അല്ല നമ്മൾ പ്രാവിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചധികമായി തോന്നുന്നു. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ബർത്ത്ഡേക്ക് ഇങ്ങനെ ഇട്ടാണ്. പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. വീണ്ടും നമ്മളൊരു ബാക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പ്രാവിൻ്റെ അപ്ഡേറ്റ് പറയാൻ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ പേര് കുറച്ച് സംശയങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലൂടെ തീർത്ത് കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ഗീവ് അവേ അപ്ഡേഷൻ അങ്ങനെ എല്ലാം ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണാം. അത് തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക. അപ്പോൾ ഇപ്പോൾ ലൈക്ക് അടിക്കേണ്ടേക്ക് കാണാം, ലൈക്ക് അടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ നേരെ വീഡിയോക്ക് പോകാം. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഡിക്രൂസ് ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഷോർട്ടിലായിരിക്കും നമ്മളിങ്ങനെ തുറന്നു വിടുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ലോങ്ങിൽ അത് തുറന്നു വിടാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സ്ഥലം പോകാൻ നിൽക്കുകയാണ്. കുറച്ചായി വീഡിയോസൊക്കെ ഇട്ടിട്ടില്ല എന്നുള്ള മെയിനിൽ നമ്മൾ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാം തുറന്നു വിട്ടിട്ട് ഗൈസ് നമുക്ക് കുറച്ച് തീറ്റിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ കുറച്ചൊരു സംശയമാണ്, ഇത് മാടമ്പ്രാവാണോ അമ്പലപ്രാവാണോ, അങ്ങനെ പല സംശയങ്ങളും ഞാൻ ഈ കമൻറ്റിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നുമല്ല, ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളിതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞത് നാടൻപ്രാവാണ്. ഈ കളറ് ഞാനൊന്നുമല്ലല്ലോ ഉണ്ടാക്കിയത്, അതുകൊണ്ട് കളറ് വരുന്നത് അധികം ഉണ്ടാക്കി വരുന്നത് കൊണ്ടും അതല്ല അതായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നേരത്തെ ഇതിന് മുമ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള നാടൻ പ്രാവുകൾ നമ്മൾ വളർത്തിയിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഫാൻസി വളർത്തിയിട്ടുണ്ട്. ഫാൻസി പറയുമ്പോൾ ഈ ഷോർട്ടൊക്കെ ആയിട്ടുള്ളൊരു പ്രാവുണ്ട്, അതുപോലെ തന്നെ മുഗി, അങ്ങനെ കുറച്ച് സാധനം വളർത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ഒന്നാമതെന്ന് വെച്ചാൽ പഴഞ്ച വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി പ്രൈവറ്റൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് നാടൻ പ്രാവാണ്, അത് നിങ്ങളുടെ സംശയാതെ വിടുക. ഇതിന് മുമ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് പ്രാവുകൾ എന്ന് വെച്ചാൽ ഇതൊന്നും അല്ല, ഇതിനേക്കാളും പ്രാവുകൾ വളർത്തിയ ഒരാളാണ് ഞാൻ. ഏകദേശം ഒരു 5 വർഷത്തോളം ഈ പ്രാവ് വളർത്തലുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോൻ്റെ ചാനലിൻ്റെ അബൌട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എപ്പോഴും തുടങ്ങിയ ചാനലാണിത്. ഓക്കെ, അപ്പോൾ ആ സംശയം, ഇത് നാടൻ പ്രാവാണ്, നോ അമ്പലപ്രാവ്. കാണാൻ ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, അമ്പലപ്രാവല്ല കേട്ടോ. പിന്നെ ഒരാളൊരു സംശയം ഉണ്ടായിരുന്നു, പ്രാവ് അണ കിടക്കുന്നുണ്ട് പക്ഷേ മാറിപ്പോയി, മുട്ടയിട്ടു അണ അടക്കുന്നില്ല എന്ന്. അപ്പോൾ വേറെ ഒന്നും ആയിരിക്കില്ല, എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ കണ്ട് പേടിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ലാണ്ടതൊന്നും ചെയ്യില്ല. അണ കിടക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, മുട്ടയെടുത്ത് പൊട്ടിച്ച് കളയുക, അടുത്ത് വെയിറ്റ് ചെയ്ത് അടുത്ത് ഇടും. ഓക്കെ, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നോക്കി നോക്കുക കുറച്ച് ദിവസം, അത് കഴിഞ്ഞിട്ടും ഒരു രക്ഷയില്ലെങ്കിൽ എടുത്ത് കളയുക. കൂടുതൽ പേര് സംശയം കേട്ടോ, ഇതെന്ത് പ്രാവാണ് നിറച്ചുണ്ട്. നമ്മൾ ഈ പ്രാവ് തുറന്നു വിടുമ്പോൾ ഒരു വീഡിയോ എടുക്കുമല്ലോ, തുറന്നു വിടുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കും. അതിൻ്റെ താഴെയാണ് ഇഷ്ടംപോലെ കമൻറ്റ്, ഇതെന്തുവാണ്, ഇത് മാടമ്പ്രാവാണ് അമ്പലപ്രാവാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ഇത് നാടൻപ്രാവാണ്. ഓക്കെ, ഇനിയിപ്പോൾ ആരും ഇങ്ങനെ ഒരു സംശയമായിട്ട് വരരുത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി അപ്ഡേറ്റ്സിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിലുള്ളത് നിലവിൽ 4 പ്രാവേ ഉള്ളൂ. കൂടിൻ്റെ അപ്ഡേഷൻ കുറച്ച് ടാസ്ക്കാണ്, എനിക്ക് സമയം കിട്ടാറില്ല. ഒന്നും എന്താ വെച്ചാൽ ഇങ്ങനത്തെ കളറാണ് പ്രാവുകൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പ്രാവുകൂട്ടിൽ കുഞ്ഞുന്നുണ്ടൊക്കെ കാട്ടിയിട്ട് കാര്യമില്ല, പ്രാവുകൂട്ടിലൊന്നുമില്ല, ഒക്കെ പോയി വൻ സീനായി കിടക്കുകയാണ്. പ്രാവുകൂടും ഒക്കെ ഡാർക്കായി കിടക്കുകയാണ്. ഇപ്പോൾ ഇതിന് നല്ലൊരു കംബാക്കാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താ വെച്ചാൽ ഞാൻ ഇത്തിരി സ്ഥലത്തിലുണ്ടായിരുന്നില്ല, അപ്പോൾ ആ ടൈമിൽ പലതും സംഭവിച്ചൂടെ. ഓക്കെ, അപ്പോൾ പ്രാവ് കാക്കകൾ ഒത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായി. ഞാനിവിടെ ഉണ്ടായിരുന്നില്ല, അതായിരുന്നു വലിയ ടാസ്ക്. അപ്പോൾ എന്തായാലും നല്ലൊരു കംബാക്ക് നമ്മുടെ പ്രാവിൽ തന്നെ വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ പ്രാവുകൾ തുടങ്ങിയിട്ടാണ് തേങ്ങ ഒരു വീഡിയോ എടുക്കുമ്പോഴാണ് ആൾ കൂർക്കിയും മലയാളം കണ്ട ഗൈസ്. അപ്പോൾ വണ്ടി പോവും. ഈ നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോഴേക്കും ഗൈസ് എന്തെങ്കിലുമൊക്കെ വരും തേങ്ങ. അത് പോട്ടെ, പിന്നെ കുറച്ച് ദിവസം ഉണ്ടാവാത്തത് കൊണ്ടാണ് നമുക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ വളരെ നല്ലൊരു കംബാക്കാണ് നമ്മൾ പ്രാവിൽ വരുത്തും. എന്താ വെച്ചാൽ നമ്മൾക്ക് ഈ പ്രാവിൽ നിന്ന് ഉണ്ടാക്കിയതാണ് ഈ ചാനലും ഈ കാണുന്ന വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഈ പ്രാവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ പ്രാവുമായിട്ട് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഇതൊന്നും നോക്കണ്ട, നമ്മൾ അടിപൊളി പ്രാവുകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കഴിഞ്ഞാൽ കൂട് സേഫല്ല, കൂട് ഇത്തിരി സേഫാക്കാനുണ്ട്. അപ്പോൾ അതിനിങ്ങനെ അതിന് നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സെറ്റാക്കാൻ പറ്റും.
അതുപോലെ തന്നെ ഗൈസ് കുറേ പേര് ഗീവ് അവേ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10K എപ്പോൾ അടിക്കണോ അപ്പോൾ നമ്മളൊരു ഗീവ് അവേ നടത്തും. അതൊരു മെഗാ ഗീവ് അവേ ആയിരിക്കും. മനസ്സിലായില്ലേ? ഇതുവരെ കേരളത്തിൽ ഞാൻ മനസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം ഇതുവരെ ആരും ചെയ്തിട്ടില്ല. അമ്മാതിരി ഗീവ് അവേ ആയിരിക്കും. നമ്മൾ ഇങ്ങോട്ട് ഇതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 10K എപ്പോൾ നമ്മൾ അടിക്കും, അപ്പോൾ നമ്മുടെ ചാനൽ 5 ആവാറായി. 10K എപ്പോൾ അടിക്കും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഞാനൊരു ഗീവ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് അടിപൊളി പ്രാവും തേങ്ങൊന്നും ആയിരിക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറയില്ല 10K അടിക്കുമ്പോൾ സെറ്റാക്കാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇനി നമ്മൾ നിരന്തരമായ വീഡിയോസ് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ സ്ഥലത്തേക്ക് പോകാൻ നിൽക്കാം കേട്ടോ, അതുകൊണ്ടാണ് പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.